എന്താ റിനുവാ ചായ തരേ. ഞാൻ ഇതാ പാപ്പാക്കണ് കൊണ്ടേ കൊടുക്കട്ടെ. ഇന്ന് നമ്മളെ അമ്മായി വരുന്ന ദിവസല്ലേ, ആ പാപ്പ ഒന്ന് അമ്മായിനെ കൊണ്ടുവരാൻ പോവാണേ. ചെക്കിനെ ചായയും കടിക്കായില്ലടി, കാക്കണ്ടാടെ ചായക്ക് കഴിക്കുന്നു. ഞാൻ വാപ്പുട്ടിക്ക് കൊടുക്കട്ടെ താത്ത. ഒന്ന് കുഞ്ഞോളെ കൊണ്ടുവരാൻ പോവല്ലേ, അപ്പൊ ഓനെ കൊടുത്തിട്ട് വരാതി. ചെക്കിന മജീദ് പോയോ? ആ ഇമ്മ കാക്ക നേരത്തെ തന്നെ പോയിക്കണു. ഒരു കട്ടൻ ചായയും വലിച്ചൊടിച്ച് പോയതാണ്. ഇന്നിപ്പോ ആരോ കടിയിലേ വരണ്ട പോലും ഇല്ലാന്നപ്പോ അങ്ങനെ പോയതാ. എന്തൊക്കെ ലോഡ് കയറ്റി കൊടുക്കാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ഞായറാഴ്ച ദിവസവും എന്റെ കുട്ടിക്ക് ഒരു ഒഴിവില്ല. ഇല്ലാത്തൊരു കട്ടക്കാലം തന്നെയാണ് ഇതൊക്കെ. എത്ര സിദ്ധേജ് നോക്കണോ? എത്താപ്പ ഇതൊക്കെ ഇവിടെ വരഞ്ഞിക്കണല്ലോ. അതിപ്പാ നാളെ മറ്റേ പഠിക്കുന്ന ടീച്ചറേ വണ്ടി എടുത്തപ്പോ ചെറുതായിട്ട് അത് പറഞ്ഞ ഞങ്ങള് പറയാൻ വിട്ടതാ. ഒന്ന് നോക്കിയും കണ്ടൊക്കെ ഓടിച്ചൂടെ? അല്ല സിദ്ധ്യ, പന്റെ കുട്ടിപ്പോ ആ പെരപ്പണിപ്പോ എവിടെ എത്തിപ്പോ അതൊക്കെ പാക്കാണെങ്കിൽ അവിടെ ആയതുകൊണ്ട് സുലേഖാന്റെ അവിടെ ആയതുകൊണ്ടേ ഒന്ന് മണ്ടിപ്പാഞ്ഞ് നോക്കാനും പറ്റണില്ല. ഒക്കെ ശരിക്കും നടക്കണില്ല പണിയൊക്കെ. അതിപ്പാ പെരപ്പണി അങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ തുടങ്ങും ചെയ്തു. കുറച്ച് മാർബിൾ ഇറക്കിക്കണു നെൽമണിക്കേ. അപ്പൊ അതിന്റെ കായ് കൊടുക്കണം. അതിപ്പോ പിന്നെന്താ ഇപ്പാ എനിക്കും ഒക്കെ അവിടെയല്ലേ പണി. സീനിയർ സ്കൂൾ പോകാനൊക്കെ അവിടെ സൗകര്യം. അതുകൊണ്ടാണ് പെരേറ്റിയത്. രംഗക്കും മകോട് വരാലോ. നിങ്ങൾ പഴയ പെരയിൽ കണ്ട അവസ്ഥയൊന്നുമില്ലല്ലോ. ആ അതും ശരിയാണ്. അല്ല മാർബിളൊക്കെ ഇറക്കിക്കണില്ലേ, എന്നാ പക്കാ പണിയാണ് തീർത്തൂടെ? എത്തിനാ ഇങ്ങനെ വെച്ചോണ്ട് വെക്കണു? അതിപ്പാ ഇറക്കാണ്ട് ഇറക്കും ചെയ്തു. ഇപ്പൊ 1.5 ലക്ഷം കൊടുക്കാണ്ട് ബാക്കിയൊക്കെ ഞാൻ കൊടുത്തിരിക്കണ്. നിങ്ങളോട് ഇപ്പൊ എങ്ങനെയാ പറയാച്ചിട്ടാ ഇത്ര ബുദ്ധിമുട്ട് നിങ്ങളോട് പറയാന്. അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ അതവിടെ കിടക്കട്ടെ, പിന്നെ നോക്കാം അല്ലേ? ഇജാ പണിയാണ് എടുപ്പിച്ചടാ. ഇപ്പൊ അതല്ലേ കുറവുള്ളൂ. പണി എടുക്ക ഞാൻ തരൂല. അതിപ്പോ 1.5 ലക്ഷല്ലേ, പണിയാണ് തീർത്തളാട്ടോ. പിന്നെ കുഞ്ഞോളെ കൊണ്ടുവരാൻ ബാപ്പുട്ടി പോയിക്കണു. ഓളിന്നിപ്പോ വരികയല്ലേ പഠിക്കണോടത്തുനിന്ന്. ആ അതിനെ കുഞ്ഞോളെ കൊണ്ടുവരാൻ പോയിക്കണു. ആ പാപ്പുട്ടി പോയിക്കണത് സ്കൂട്ടർമേലേക്കാരല്ലേ? ആ ഈ മഴയത്ത് ഇപ്പൊ സിദ്ദീഖിന്റെ കാറ് കൊണ്ട് പോയാ മതിയാനിപ്പ അതിന്. അല്ല മജീദ് വന്നോ? ഇല്ല, ഓൻ പോയിക്കണു, രാവിലെ പോയിക്കണു. മജീദിനോട് നമ്മളാ മെതികുട്ടിനെ കുറിച്ച് കായ കൊണ്ടുവരാൻ പറഞ്ഞു. ആ തേങ്ങട്ടിന്റെ പൈസ ഓൻ മറക്കും ആവഞ്ഞ്. മജീദിനോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ മറക്കൊന്നുമില്ല. ഓൻ അത് കണക്കിനെ കൊണ്ടുവന്ന് വരും നിങ്ങളില്. ആ സമീറെ, ഇനി അയക്കുള്ളതേ ആ ഓയിലിന്റെ ബോക്സ് ഉണ്ടാവും, അത് വെളിച്ചെണ്ണ ഉണ്ടാവും കേട്ടോ. ഉപ്പും അവിടുന്ന് കയറ്റേണ്ടി വരും. ബാലേട്ടാ നിങ്ങളങ്ങനെ ഇരിക്കല്ലേ, ആ വണ്ടിയിലെ ഉപ്പും ചാക്ക ഒന്ന് കയറ്റി കൊടുത്തേ. അവിടുന്ന് കുറെ ആ വണ്ടി വന്നിട്ട് ഒഴിവാക്കി കൂടി വേണം. ബാലേട്ടാ വരി, മജീദാക്ക് ഉപ്പ് വരാൻ പറഞ്ഞല്ലേ? വരി. ഉപ്പ് കയറ്റാനല്ലേ റഷീദേ? വഴക്കൊക്കെ ഒന്ന് മാറട്ടെ, ഞാൻ കയറ്റാൻ വേഗം വരാം. പിന്നെ ഈ മജീദിനെ കൊണ്ടാണ് മനുഷ്യൻ കുടുങ്ങിയത്, മുതലാളിമാരെ കൊണ്ടല്ല ശല്യം. ഇവനാണെങ്കിൽ 24 മണിക്കൂർ പണിയെടുക്കാൻ ഒറ്റ വിചാരമുള്ളൂ. ഞാനിപ്പോൾ രാവിലെ തുടങ്ങിയ പണി ഒരു 10 മിനിറ്റ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങി, റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ട്. വേറെ ഒരു ശല്യമില്ല. ഇവനെ ആണെങ്കിൽ എപ്പോഴും പണിയെടുക്കുക, ഈ മലയാളിമാരെ നന്നാക്കാനുള്ള ഒറ്റ വിചാരമായിട്ട് മലയാളിമാർക്ക് ഉണ്ടാക്കാൻ നടക്കുക. ഓനക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഓനക്ക് ഇങ്ങനെ പണിയെടുക്കണമെന്നല്ലാതെ ഓനക്ക് ഓൻ്റെ പറമ്പിൽ ഇഷ്ടമാതിരി മടലും വാലും വിറ്റാൽ മതി, ഓനക്ക് ചിലവഴിച്ചാണ്. നമ്മളിവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കാനാണ് ഇവിടെ. അതൊക്കെ ശരിയാ ബാലേട്ടാ. മജീദാക്കന്റെ വാപ്പ വലിയ പൈസക്കാരനാണ്. സ്വത്തും മോലൊക്കെ കല്യാണം പണിയെടുക്കൊപ്പം പണിയെടുക്കാൻ വരി, പോയി പണിയെടുക്കാട്ടോ. സാരല്ല. ഞാൻ വരാനാ. സക്കിനാത്ത ഒരു മുറി തേങ്ങ തരുമോ? ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി കഞ്ഞിക്ക് കൂട്ടാൻ വെച്ച് കൊടുക്കാനാണ്. ആ സാജിദ, തേങ്ങയൊക്കെ ഉണ്ടാവും. പച്ച തേങ്ങ ഉണ്ടോന്നാവാ, ഞാൻ നോക്കട്ടെ കേട്ടോ. അതൊക്കെ പോക്കാനായിക്കണു. അതൊക്കെ കണ്ട് പറിച്ചാണ്ട് ആ കുഞ്ഞൻപിനോട് പറഞ്ഞാലേ ഇപ്പൊ അത് ഇമ്മിപ്പി വരുന്നുണ്ട്. സാജിദ ഞങ്ങക്ക് പിന്നെ കൊടുന്നരച്ച് പോയിക്കോ. ഒക്കെ കൂട്ടാൻ വെക്കണേ. ഇല്ല വെറുതെ ഇങ്ങനെ അവിടെ മൂത്തന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആ സാജിദല്ല പോണത്. ആ സാജിദ് തന്നെയാണ്. സാജിദാ ഇവിടെ എന്താ? ആ അരമുറി തേങ്ങക്ക് വേണ്ടി വന്നതാണ് താത്ത. സക്കിനാത്താനോട് ചോദിച്ചു, അപ്പൊ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് ഓള എന്നോട് തേങ്ങ ഇല്ലാന്നാ പറഞ്ഞു. ഇവിടെ വാ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടേ സക്കീനല്ല, ഞാനാണ്.
ഇതിലിപ്പോ പച്ചത്തേങ്ങ ഒറ്റൊന്നും ഇല്ല, ഒക്കെ ഉണങ്ങിയതാണ്. ഇനി ഒക്കെ ഇട്ടിട്ട് വേണം. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യേ, ഇജ്ജ് പോയിക്കോ. കണ്ടതുകൊണ്ട് ഇപ്പൊ നബീസോ അതൊക്കെ ഇജ്ജ് നോക്കണം. ഇപ്പൊ ഇവിടെ കണ്ണ് കണ്ടോണ്ടല്ലേ ഇപ്പൊ പോകാതിരുന്നില്ല, അല്ലെങ്കിൽ ഓള് പാക്ക കൂടി പൊറുക്കി കൊടുക്കൂലേ? ഇജ്ജ് എത്തൊക്കെ കൊടുക്കല് പെണ്ണേ? ഇവിടെ ഉള്ള ഒക്കെ ഇജ്ജ് നാട്ടുകാർക്ക് കൊടുക്കല? ഇവിടെ കണ്ണ് തെറ്റാൻ പാടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ജല്ലത് എടുത്തു കൊടുക്കണ്ടല്ലോ. എത്താന്റെ വിചാരം? അതും ആ സാജിദാത്ത ഒരു തേങ്ങന്റെ മുറി ഉണ്ടോന്ന് ചോദിച്ചു. കുട്ടികൾക്ക് ചമ്മന്തി ഇറക്കാനാണപ്പോ ഞാൻ കൊടുത്തിട്ടില്ലമ്മാ, ഞാൻ ഇവിടെ ഇല്ല ഇറക്കാണ്. നല്ല ഓർമ്മ വെച്ചോണ്ടി. ഇജ്ജ് ഇവിടക്ക് കെട്ടിപ്പാറി കൊടുന്നിട്ടൊന്നുമില്ല. ഇവിടെ ഉള്ളത് എടുത്താണ്ട് കൊടുക്കാൻ മാത്രമുള്ളതൊന്നും എനിക്കായിട്ടില്ല. മര്യാദക്കൊക്കെ നിന്നോണ്ടി. ആ രണ്ട് കണ്ണോണ്ട് മാത്രം നോക്കിയാ മതിയാവില്ല, കജ്ജോണ്ടും കാലുകൊണ്ടും ഒക്കെ നോക്കേണ്ടി വരും. എവിടെ ഇതിന് പൊന്നാര ചങ്ങായിച്ച് ഇന്നലെ ഞങ്ങൾ 3 ആളുണ്ട്, 2 ലിറ്റർ സാധനമുണ്ട്. അടിച്ചടിച്ചടിച്ച് എന്നോട് പറയുകയാണെങ്കിൽ ഇവനൊക്കെ ഇന്നലെ എങ്ങനെ പോയിക്കണറിച്ച് 4 കാലുമല പോയിക്കണേ. അതെങ്ങനെ അറിയോ? നമ്മളെ മുജീബാക്കാന്റെ പറമ്പത്തെ ആ ചെറിയ തെങ്ങുകൾ ഉണ്ടല്ലോ, അത് നോക്കി കയറിയിട്ട് അതിമ നിളനീന് വലിച്ചിട്ടിട്ട് അതും കൂട്ടിയിട്ടല്ലേ അടി. ആനക്കൊക്കെ ഇന്നലെ വരാഞ്ഞുണ്ടല്ലോ വമ്പ നഷ്ട. പിന്നെ ഇവന്റെ തന്തന്റെ കൈക്ക് പൂത്ത പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ ഈ കമ്പനിക്ക് ഓനെ കിട്ടൂലല്ലോ. ഓനെ മുണുങ്ങാനും കിട്ടും, ടൂർ പോകാനും കിട്ടും. എന്തിനാ ചെങ്ങായി ഇങ്ങനെ ഒരു ജന്മം? മനുഷ്യന്മാരാകുമ്പോ കുറച്ചൊക്കെ എൻജോയ് ചെയ്യണം. അതിന് ചെങ്ങായി ഇന്നലെ ഈ റമീസനെ എന്നെ സ്വയിപ്പാക്കിയതേ. ഇന്നലെ ഓനം എന്നെ ബൈക്ക് കയറ്റി പോയിട്ട് എപ്പോഴാ ഞങ്ങള് വന്നത്? അനക്ക് നഷ്ടാ വരാത്തോണ്ട്. കണ്ടില്ല പറമ്പില് ആകെ കള്ളും കുപ്പിയാണ്. കരിക്ക് എത്ര അറ്റങ്ങൾ ഇട്ടുകാണ്ട് കൂട്ടിക്കുന്നതാ. കള്ളും കുടിച്ചുകാണ്ട് ഈ കരിക്കും തിന്നാണ്ട് ഇതൊന്നും ഇതാക്കാൻ ഞാൻ പറ്റൂല കേട്ടോ. ഓലോടൊന്ന് പറയണത് ഇജിങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല, ഇത് നോക്കാനൊരാളില്ല. ഓല് കടന്നാണ്ട് കളിച്ചവിടെ. അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. സംഭവം എനിക്ക് മനസ്സിലായിക്കോണു. നമ്മളിപ്പോ ഇനി പോലെ ഒന്ന് കണ്ടു കാണുന്ന് പറഞ്ഞിടുക പറ്റൂല്ലോ. അത് പറയണം, എന്നാ തന്നെ പറ്റുള്ളൂ. ആയിക്കോട്ടെ. പറഞ്ഞ മാറ്റാൻ ഇതാ സുനിലും ടീമൊക്കെ ആണല്ലോ ഇരിക്കണേ. നേരം ചെന്നോല് നടക്കാണ്ട്. അല്ല റമീസേ, ഇനിയിപ്പോ എന്റെ പൈസ കൊണ്ട് കിട്ടാനുള്ളൂ. 3-ാം തീയതി പരിപാടി നമ്മൾ സെറ്റാക്കിയാണ്. അപ്പൊ എന്റെ വീട്ടിൽ കൂട്ടി കിട്ടിയാൽ നമുക്ക് സെറ്റാക്കി. അതാണ് പറഞ്ഞത്. റമീസ ഒന്ന് ഇവിടെ എന്നാ എന്തേ മുജീബാക്ക? അന്റെ ഒപ്പമുള്ള ആ കൂതറ സുനിലും ടീമൊക്കെ ഉണ്ടല്ലോ, ഓലെ വർത്താനം പറഞ്ഞുകൊണ്ട് വരപ്പ ഞങ്ങള്. ആ പറമ്പിൽ ആകെ ഇളനീനും ഇതൊക്കെ വെട്ടി ആകെ കള്ളും കുപ്പി ആകെ വെതറിയാണ്ട് കിട്ടാണ്. അപ്പൊ അന്നപ്പോ ഇവിടെ കണ്ടപ്പോ അത് പറയാൻ വേണ്ടി വിളിച്ചതാ. ഇതങ്ങനെ വിട്ടാ പറ്റൂല. ഇനി ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവാ. റമീസ പറയുന്നോണ്ട് ഇജൊന്നും കരുതരുത്. ഇജ് നമ്മളെ മജീദിന്റെ അഞ്ചനും ഹംസാഖാന്റെ കുടുംബക്കാരനൊക്കെയാണ്. ഇജൊക്കെ നല്ല വിദ്യാഭ്യാസവും പഠിപ്പും ഇതൊക്കെ ഉള്ള ഒരാളാണ്. ഇജ് ഇത്രയും കൂട്ടുകെട്ടില് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ആലോചിച്ചോക്കെ. അപ്പൊ ഇനി മേലില് ഇത്രയും കൂട്ടുകെട്ടില് എന്നെ കാണാൻ പാടില്ല. ഇജോട് കഴിഞ്ഞാണ്ടി കേട്ടോ. ഞങ്ങളിപ്പോ അത് കേസാക്കാൻ വേണ്ടിയിട്ട് ഹംസാക്കപ്പ എന്നോട് പറഞ്ഞു കണ്ടിരിക്കുന്നു. എന്തൊക്കെയാ പാടാ പറമ്പില് കാട്ടിക്കൂട്ടിക്കൊണ്ടൊന്ന് പോയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവൂല. ഇല്ലേ വെറുതെ വലപ്പം നിന്നാലും മതിയല്ലോ പേര് ദിവസത്തിന് കേട്ടോ. അപ്പൊ എന്റെ കുട്ടി ഇത്രയും കാര്യത്തിന് ഇനി വലപ്പം നിൽക്കണ്ട. മുജീബാക്ക, ഞാൻ ഓലപ്പം ഇരിക്കലൊക്കെ ഉണ്ട്, പക്ഷെ എപ്പോഴൊന്നും ഞാൻ ഉണ്ടാവില്ല. ഞാൻ പെരീന്ന് ഇറങ്ങുമ്പോ ഇങ്ങനെ ഇവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കാണുമ്പോൾ വർത്താനം പറഞ്ഞു. നമ്മളെ നാട്ടുകാരൊക്കെ അല്ലേ, അങ്ങനെ ഇരിക്കലുള്ളൂ. അല്ലാതെ എപ്പോഴൊന്നും ഞാൻ ഉണ്ടാവില്ല. എന്നാ ആയിക്കോട്ടെ കേട്ടോ. ആയിക്കോട്ടെ. വരാൻ സാക്ക ദത്ത സുനില ഞങ്ങളെല്ലാം കൂടി ആ പറമ്പിൽ കാട്ടി വെച്ചിട്ട് ആ തൈത്തങ്ങമ്മ മുഴുവൻ കരിക്കൊട്ടാണ്ട് ആകെ ഇറപ്പാക്കില്ല. കള്ളും കുപ്പിയാണെങ്കിൽ ആകെ പൊട്ടിച്ചാണ് ഇട്ടിക്കണത്. അല്ല നിങ്ങളെ വാപ്പാറ് സ്ഥലമാണത്. നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത്? ഇത് ചോദിച്ചാലും പറയാൻ ആളില്ലെന്ന് മനസ്സിലാക്കിയോ? ദത്ത ഞങ്ങൾ കാട്ടി ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകണത്. നിങ്ങൾ കുറെ ഇത് തുടങ്ങിയിട്ട് ഇത് എന്താ കാക്ക നിങ്ങൾ പറയണേ? ഞങ്ങളവിടെ കള്ളുടിച്ചണോ കള്ളും കുപ്പി പൊട്ടിച്ചിട്ടോ നിങ്ങൾ കണ്ടീനോ? അല്ലെങ്കിൽ ആ തെങ്ങുമ്മ കയറി തേങ്ങ ഇട്ടൂന്ന് പറയണോ? അതൊക്കെ നിങ്ങൾ കണ്ടാ പറയണേ? എന്ത് വർത്താനങ്ങളീ പറയണേ? പിന്നെ ഒരു കാര്യം, വാപ്പാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ മുജീബാക്ക, വാപ്പാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണന്മാരാണ് നാട്ടുകാരാണെന്നും നമ്മൾ നോക്കൂല. അതിനനുസരിച്ചുള്ള വർത്താനം പറഞ്ഞോണ്ടേ. ഇജ് ആ വീസിനിയിലൊന്നും വർത്താനൊന്നും പറയുന്നും വേണ്ട. കുറച്ചൊക്കെ തെളിവുകൾ ഞങ്ങൾക്കൊക്കെ കിട്ടിയൊക്കെ ചെയ്തേക്കണു. പിന്നെ ഇപ്പൊ നമ്മൾ ഈ നാട്ടുകാര് എന്നുള്ള നിലക്കേ കുറെയൊക്കെ നമ്മളിങ്ങനെ ഇതായി നിൽക്കുകയാണ്. ഇത് കേസും വക്കാണത്തിനൊന്നും വേണ്ട എന്നുള്ള നിലക്കേ നമ്മളതിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ ഇത് കേസ് കൊടുക്കാനും ഇതിനൊന്നും നമുക്ക് അറിയിച്ചൊന്നല്ല. നിങ്ങൾ വരി. അല്ല സുനിലെ, ഇനിയിപ്പോ ഇവര് കേസ് മുന്നിൽ കൊടുത്താലേ ആ പ്രശ്നമാവും. എന്ത് പ്രശ്നം ചങ്ങായി? പോലീസും കേസൊക്കെ ഇപ്പൊ നമ്മളിത് കാണാത്തതാ.
വല്ലാതെ കളിച്ചൊന്നും വേണ്ട പോലെ ഇപ്പൊ ഓന്റെ 4 ഇളനീരേ പോയിട്ടുള്ളൂ. വല്ലാതെ കളിച്ചാലേ ഒറ്റ തെങ്ങ തൊടുണ്ടാവില്ല. അതിനുള്ള പണി നമുക്ക് അറിയാം. ഓനൊന്ന് നടന്നു കൊടുക്കാം. ആ കുഞ്ഞൽബിയെ ആണ്ടേ അത്ത് ഉത്തർക്കുണ്ടോ നോക്കി മനസ്സാ കുഞ്ഞൽബി ഇതാ വന്നിക്കണു. ഇതത്തെ അവിടെ വെക്കണോ? ഇങ്ങോട്ട് വരാൻ പറയാ. കുഞ്ഞൽബിയെ അന്നോട് ഔത്തുക്ക് അല്ലാന്നെ. അല്ല വിരാണ്ടാക്ക, നിങ്ങളെന്താ അർജുൻ എന്തൊരു പണി ചെയ്യാണ്ട് വരുന്നത്? എന്താണ്? കാര്യണ്ട്. ഞാൻ നമ്മളെ തായാറമ്പേ ഒരാളെ കൊണ്ട് അങ്ങോട്ട് അളപ്പിച്ചു. കമ്പ്യൂട്ടർ അളവിലേ നമ്മളെ തൊടു മുഴുവൻ പൊയ്ക്കണത് ആ താഴത്തുള്ള മുജീബിന്റെ തൊടുക്കാണ്. മനസ്സിലായോ? അവിടെ പോയിക്കാണ്ട് നമുക്ക് ഇന്നൊന്ന് അതിരിടണം. അവിടെ നമുക്ക് കുറച്ച് പണിയുണ്ട്. നമ്മളെ തൊടു അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതിനാണ് എന്നെ വിളിപ്പിച്ചത്. അവിടെ പോയി വെക്കാം നമുക്ക്. വിരാട്ടാക്ക, ഞാൻ കാര്യം പറയട്ടെ. നിങ്ങൾ ആ കമ്പ്യൂട്ടർ അളവ് അളപ്പിച്ചല്ലോ, അത് കറക്റ്റ് അല്ലേ? ഒരു സംശയമില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയണ്ട്. പണ്ട് നമ്മൾ കുറച്ച് മുമ്പ് ഒരു 4 ഏക്കറിന്റെ പേരിൽ ഒരു ചെറിയൊരു കുരുമാലൊക്കെ ഉണ്ടായിക്കണു. ഒരു കേസ് എടുത്തല് നിങ്ങൾക്ക് ആ ജാതി കവറാക്കണ പരിപാടി ഒന്നും അല്ലല്ലോ ഇത്. അല്ല നിങ്ങൾക്ക് ഉറപ്പാണല്ലോ? എനിക്ക് ഉറപ്പാണ്. അല്ല പിന്നെ അല്ലപ്പാ നിങ്ങൾ എങ്ങോട്ടാ പോണു? അല്ല വിരാട്ടിയാക്ക, മോളൊക്കെ വന്നതല്ലേ, നീ ചാടിച്ചിട്ട് കുറച്ച് റാത്തായിട്ടൊക്കെ പോയാ പോരെ? കുഞ്ഞോള് പെടുത്തന്നെ ഉണ്ടാവും. നമ്മക്കിപ്പോ അവിടെ പോണം. ചിരക്കാതെ അങ്ങോട്ട് പോന്നാ അടക്കണ്ട്. മുജീബേ, ആ ബീരാൻകുട്ടിയും കുഞ്ഞാൽപ്പിൻകുട്ടി ഉണ്ട് നമ്മളെ വർക്കപ്പറമ്പിൽ. അതിരൊക്കെ നീക്കിയായിട്ട് അവിടെ എന്തോ പണി എടുക്കുന്നുണ്ട്. ഞാനും ചെന്നപ്പോ എന്റെ എനിക്ക് ചാടി. ഇതങ്ങനെ വിട്ടാ പറ്റൂല. ഇതിന് വന്നാ നമുക്ക് ചോദിച്ചാൽ എടുവാ. വടക്കേത്തോട് കളിച്ചാൽ തുടങ്ങിയോ? കാച്ചിന് പറമ്പിൽ എൻ്റെ അപ്പാൻ്റെ 4 ഏക്കർ കേസും ഇതൊക്കെ പാടി കൂടിക്കാണ്ട് പോയി കൈക്കലാക്കി. അതിൻ്റെ കേസ് തന്നെ ഞാൻ ഹൈക്കോടതിയിൽ പോണോ പോണ്ടെന്നുള്ളത് തീരുമാനിച്ചു കൊണ്ട് നിൽക്കുകയാണ്. എന്നൊന്ന് പോയി നോക്കി നമ്മളെ വരി. ഇതങ്ങനെ വിട്ടാൻ പറ്റൂല. അവിടെ കെട്ടേ വലിച്ചു കെട്ടേ. ഇത് ലെവലോ നോക്കാൻ കറക്റ്റ് അല്ലേ? അതൊക്കെ കറക്റ്റാണ് അല്ലേ? എന്തിനാണ് കിട്ടും? കേട്ടെ, അവിടെ കേട്ടെ, മുറുക്കി കേട്ടെ, വലിച്ചു മുറുക്കി കേട്ടെ. നാളെ തന്നെ പണിക്കാരെ വിളിച്ചിട്ട് ആ വരുമ്പ് അത് ഇതിലങ്ങോട്ട് വരണം. അത് നേരെ ഇവിടെ വരണം. മാറ്റി വെക്കണത് ആ വരുമ്പ്. ആയിക്കോട്ടെ. പിന്നെ നമ്മൾ അംസാക്കണ്ടല്ലോ, മൂപ്പര് മൊത്തം ഇവിടെ വന്നുകൊണ്ട് അളന്ന് നോക്കിയോണ്ട് ചൂടായി കണ്ട പോയിക്കുണ്ട്. എന്താ നടക്കുന്നത് എനിക്കറിയില്ല. ഒരു കാര്യം കേൾക്കാൻ എനിക്ക് വീരാൻകുട്ടി ഇത് കൊറേ കണ്ടതാ. ഓനല്ല, ഓന്റെ ബാപ്പ ഇളകി പോയിട്ടും കാര്യമില്ല. മനസ്സിലായോ? ഞാനേ ഈ പറഞ്ഞ ഭാര്യയാണ് ചെയ്താ മതി. ഞാൻ ചെയ്തോണ്ട് അതിനെ പറ്റി പണിക്കാരൊക്കെ സെറ്റ് ആയിക്കോട്ടെ ഇന്ന് തന്നെ. ആയിക്കോട്ടെ, എന്നാ ആയിക്കോട്ടെ. ഞാൻ അതൊക്കെ ഞാൻ എഴുതി തരാം. അത് കണ്ട മുജീബേജ്, ആ ബീരാൻകുട്ടിയും കുഞ്ഞാൽപ്പിൻകുട്ടിയും കാട്ടണ് ആ നിൽക്കണ വരമ്പാണ് നമ്മുടെ അതിർത്തി. ഇതിപ്പോ കണ്ട ഇത് കയറും കെട്ടി കയറ്റി കുത്തിക്കണ് കണ്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്. എത്ര വീരണ്ടാക്ക ഈ കാട്ടിക്കൂട്ടുണ്ടൊക്കെ? എത്ര കാട്ടണു? അതിര് കെട്ടാ. കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ആ വരുമ്പല്ല അതിര്. അത് ഇവിടെ വരണം. ഇതൊക്കെ ഇന്റതാ. അതന്നെ ഞാൻ കാട്ടുന്നത്. അതെങ്ങനെ വീരാണ്ടാക്ക നിങ്ങൾ ഇതാവണോ? ഇതിനാധാരവും രേഖയും ഇതൊക്കെ ഉള്ള ആളല്ലോ. ഇപ്പൊ പിടിച്ചുകാണ്ട് ഇവിടെ കൊടുത്തുകൊണ്ട് കുറ്റിയടിച്ചുകാണ്ട് കയറിട്ടലും മതിലെട്ടലും നിറഞ്ഞുകാണ്ട് എന്നാലേ അത് നടക്കേണ്ട കേസല്ല. അതന്നെ മുജീബ ഞാൻ പറഞ്ഞത്. ഇതിപ്പോ പണ്ടത്തെ കാലല്ല, എന്റെയും കാലല്ല. കമ്പ്യൂട്ടർ ആവാണ്. ഇതാണ് അതിര്. അതെ പറയണ മാതിരി തന്നെ കമ്പ്യൂട്ടർ ഒന്നും ഇപ്പത്തെ കാലത്ത് തെറ്റൂല. കറക്റ്റ് ആയിരിക്കും. വരച്ചമാതിരി എത്ത് വർത്താനാ കുഞ്ഞാൽപ്പി ജി പറയണ്ട്. ഇത് ഞാനും കാര്യസ്ഥ പണി എടുക്കാൻ പറഞ്ഞിട്ട് കാലം കുറയില്ലേ. കുറച്ചൊക്കെ ഒരു നേരില്ല പണി എടുക്കണ്ടേ ജി. മൂപ്പരുത് പോട്ടെ. അല്ല, ഇതിപ്പോ നിങ്ങൾ വില്ലേജിൽ നിന്ന് ആളെ കൊണ്ടാട്ട് തന്നെ ആണപ്പോ ഇത് അളക്കണ്. ഈ അക്കും പാത്തിലും വേണ്ടേ? തിന്നണീനൊരു അക്കും പാത്തിലും വേണ്ടതാ. അക്കും പാത്തിലോ പറയണ്ടത് ഇജ്ജും ആദ്യം ചെയ്. എന്റെ മാളെ കാര്യത്തിൽ അക്കും പാത്തിലും നോക്കേ. ഇജ് 10 പവന് പറഞ്ഞാണ്ട് 5 പവനല്ലേ കൊടുത്തിട്ടുള്ളൂ. ആദ്യം അത് കൊടുക്കേ.
എന്റെ പൊട്ട മജീദായതുകൊണ്ട് തിരക്കടില്ല. സിദ്ദീഖാണെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ടാവില്ല എന്റെ പെണ്ണ് ആ മോള്. ഹൈ അക്കും പാത്തിലാണ്. പീരാമുട്ടിയാക്ക അതൊന്നും ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യമല്ല. അത് നിങ്ങളെ കുടുംബക്കാര്യം, അതൊക്കെ നിങ്ങള് പെരിയിൽ ചർച്ച ചെയ്തോളേ. ഇപ്പൊ പറയാന്ന് വെച്ചാൽ ആ കുറ്റി ഇതൊക്കെ പറിച്ചതുകൊണ്ട് ഒഴിവാക്കി കേട്ടോ. ഇത് നമുക്ക് രേഖയുള്ളതല്ലേ. നിങ്ങൾ വെറുതെ കുറ്റി അടിച്ചും കയറ് പിടിച്ച് കെട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങളെ മജീദിനായിട്ട് ഞാനൊരു ബന്ധമുണ്ട്. ആ ബന്ധം വെച്ചിക്കാണ്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കണ്ടേ. ഇഞ്ഞിന്റെ കളി ഇതൊന്നും ആവൂല. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ കുറ്റി വേഗം ഒഴിവാക്കുക, കയറ് ഒഴിവാക്കുക. വരി ഹംസാക്ക. ഹലോ ഞോളെ, ഞാൻ പഠിക്കണൊക്കെ അല്ലേ? നമുക്ക് തിരിച്ചടിക്കില്ലല്ലോ. സീനോടെ സീനുവാ ഇവിടെ വാ. എന്താടാ നോക്കിയിട്ടുണ്ട് എവിടെ പപ്പാന്റെ കുട്ടി? വേണ്ടായിരുന്നു വരുമ്പോ ഞാൻ കുടിച്ചോണ്ട് കുടിച്ചോളി. കുഞ്ഞോളെ ഈ കടയൊക്കെ തിന്നോക്കാം. എനിക്ക് ആ ഹോസ്റ്റലിൽ ആ ഭക്ഷണം കഴിച്ചിട്ടേ അവിടെ തിന്നോ. ഞങ്ങൾക്ക് നല്ലതൊക്കെ ഉണ്ടാക്കി തരണ്ട കേട്ടോ. താത്ത മജിദൊക്കെ എപ്പോഴാ വരിക? ആക്കെ വരുന്ന സമയമാവണു. മതി. അമ്മായിയെ ഇപ്പച്ചി വരുന്നോ? കുഞ്ഞോളെ എപ്പോഴേ വന്നീനടി? ചായ വർത്താനേ കുഞ്ഞോളെ തിന്നേ. എത്തടി മജീദിന് കട്ടൻ ചായ കൊടുത്തു. പാലില്ലേ? പാല് കഴിഞ്ഞുമ്മ. എന്നാ ഇത് കൊഴഞ്ഞു നിൽക്കല്ലേ. ഈ പായ എടുത്തോടെ തിന്നാളെ. ഇപ്പൊ കൊണ്ടുവന്നാണിത്. ഇപ്പൊ കാച്ചിനി പറമ്പെന്ന് വെട്ടിക്കൊണ്ടുവന്നാണ്ട് പഴിപ്പിച്ചാണ്. കാച്ചിന് പറമ്പത്തമ്മ ആ എനിക്കത് വേണ്ട. എന്താ ഇജെന്താ ബാക്കന്നല്ലേ? അതല്ല, നിങ്ങൾക്ക് അറിയില്ലേ കാച്ചിന് പറമ്പത്ത് കൊടുന്നു കണ്ട് ഞാൻ തിന്നില്ല. അത് നമുക്ക് അരാലാവലമ്മ. അത് ആരെ പറമ്പേനു എന്താന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അത് മുജീബിന്റെ അപ്പ ഹൈദർമാജിന്റെ പറമ്പല്ലേ എന്നത്. അത് നമ്മളപ്പോ കേസ് കൂടിക്കാണ്ട് വാങ്ങിയല്ലേ. അതിലുള്ള വായക്ക അതിലുള്ള പൂളൊക്കെ ഒന്നും എനിക്കും വേണ്ട, എൻ്റെ കുട്ടിക്കും കൊടുക്കരുത്. ശാസ്ത്രങ്ങൾ പറയാനുള്ളൂ. ഇപ്പൊ പറയുമ്പോൾ തന്നെയാണ് നമുക്ക് കുറച്ച് റിസോഴ്സ് കൂടുതലാണ്. ഇങ്ങനൊന്നും ആയാ ജീവിച്ചു പോകാൻ കഴിയൂല. ആ എത്ര പീസോ? ഒത്തുമില്ല. ഓന് വേണ്ടെങ്കിൽ തിന്നണ്ട, ഓന് കൊടുക്കണ്ടാച്ചാ പോരെ. ആ പോപ്പട്ടി കൊടുത്തല്ലോ, ഓൻ തിന്നോളൂല്ലോ. തിന്നും. നബീസോ ഞാൻ കുട്ടികളെ വിളിച്ച ചെറുക്കന്മാരങ്ങോട്ട് വിളിയേന്ന് പറഞ്ഞാ കേക്കൂലേ? എന്താ ഇവിടെ കുത്തിരുന്ന സിദ്ദീഖേ, ആ കുട്ടിയെ പണ്ട് കുട്ടികളെ ഞാൻ വിളിച്ചതേ ഒരു പ്രത്യേക കാര്യം പറയാനാ. ഒരു കിണി വന്നിക്കണു. നമ്മളെ തല അറിഞ്ഞപ്പോഴേ ആ മുജീബാഖാന്റെ തൊടല്ലേ, അവിടേക്ക് നമ്മൾ കുറേ ഇറങ്ങിപ്പോയിക്കണം. കമ്പ്യൂട്ടർ അളവിൽ കാണുന്ന പ്രകാരം ആ തൊടൂലെ കുറേ സ്ഥലം ഞമ്മക്കാണ്. മനസ്സിലായോ? അതിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞെടുത്താ പോരെ. അളക്കാൻ പോയി ഞമ്മളൊന്ന്. അപ്പോഴല്ലേ ആ മുജീബ് ഹംസും കൂടെ അവിടെ വന്നുകാണ്ട് കുറെ പിത്തറ ഉണ്ടാക്കിയത്. നമ്മളാണെങ്കിലേ നമുക്ക് അറിഞ്ഞെടുക്കണം. എത്ര ആലോചിച്ചാള് അത് കാക്ക ഇപ്പാ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഉറപ്പാണ്. ശരിക്കും ആലോചിച്ചിട്ട് ചെയ്താൽ പോരാ. നമുക്ക് പണ്ടെന്നെ ഇപ്പൊ ഒരു കേസും കൂട്ടുപോലെയായിട്ട് ഉണ്ടായതല്ലേ. വെറുതെ നമ്മൾ ചൊറ ഉണ്ടാക്കണോ? അല്ലെങ്കിൽ എങ്ങനെയാ ഓരോ സ്ഥലത്തേക്ക് നമ്മളത് പോവല്? 24 മണിക്കൂർ ഇപ്പിയും കുഞ്ഞൽപ്പി ആ സ്ഥലത്തുണ്ട്. പെട്ടെന്ന് എങ്ങനെയാണല്ലോ വന്നോന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. പ്രശ്നം ഉണ്ടാക്കണ്ടെന്നാ ഇപ്പൊ എൻ്റെ അഭിപ്രായം. എത്താപ്പം പറയണ്ടത്? ആരെ നബീസോ ഓനങ്ങോട്ട് വിളിച്ചിരുത്തിയത്?
എപ്പ നോക്കിയാലും വിപരീതം ഓൻ പറയുള്ളൂ. എത്ര മനസ്സ് എങ്ങനെ ഈ പറയണ്ടേ? നിങ്ങളെ മോനെന്നെ അല്ലാതെ അല്ലെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് ഓനെടുത്ത് ആട്ടിക്കട്ടല്. അത് വേണ്ട. എന്റെ മകനാണെങ്കിലേ ഇന്റെ കൊണം കാട്ടണം. ഇന്റെ മകൻ തന്നെയുള്ള സിദ്ദീഖ്. ഓനാ കൊണുണ്ടല്ലോ വാപ്പുട്ടിക്കുണ്ട്. ഇവൻ എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെ. നമ്മളെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കൊന്നും വേണ്ട, അത് ഞമ്മക്ക് തന്നെ എടുക്കണം. പക്ഷെ മജീദാക്ക പറഞ്ഞ മാതിരി എടുത്തു ചാടിയൊന്നും ചെയ്യണ്ട. ഇപ്പൊ തന്നെ ഒരു കേസും കൂട്ടും കഴിഞ്ഞിട്ടുള്ളൂ. വെറുതെ ഓരോ വണ്ടിമേൽ ഉണ്ടാക്കി വെക്കേണ്ടതാണ് എന്റെ ഒരു അഭിപ്രായം. നമ്മൾ തന്നെയാണ് വാപ്പുട്ടിയെ. അതല്ലേ ഇപ്പൊ അങ്ങോട്ട് പോയത്. ആ മുജീബല്ല വലിയ പ്രശ്നം. ഹംസയാണ്. ഹംസാര സക്കീനാന്റെ വാപ്പ. ഓന്നെ അക്കും പാത്തിലും പഠിപ്പിച്ച ഇന്നോട് നമ്മളിതൊക്കെ കുറെ കണ്ടതാ. എന്താ ആവശ്യമില്ലാത്ത വർത്താനം അപ്പങ്ങളീ പറയേണ്ടത്? സക്കീനാന്റെ വാപ്പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുജീബിന്റെ കാര്യസ്ഥനല്ലേ. അയാളിപ്പോ അയാളെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ എന്തിനാ ഇവിടെ എടുത്തിരുന്നു? എടാ കുതിരെ, സക്കീനാന്റെ ബാപ്പ എനിക്ക് 10 പവൻ തരാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് 5 തന്നിട്ടുള്ളൂ. ഇതൊട്ട് വാങ്ങിയിട്ടില്ല. ആ ഓന ഇന്ന ഇത് പഠിപ്പിച്ചിന് എക്കും പാത്തില്. ബാബാ നിങ്ങൾ പറഞ്ഞാ ശരി കേട്ടോ. മജീദ് മോട്ടി മണ്ണൊന്നും നിങ്ങൾ ആക്കണ്ട. ഞമ്മക്കണ്ടേ തിരിച്ചു കൊടുക്കുന്നത്. ഞാൻ കുഴപ്പമുണ്ട് കേട്ടോ. നമ്മക്ക് അവകാശപ്പെട്ടതല്ലേ, നമ്മള് കുടിച്ചോട്ടെ. പിന്നെ ഒരു വർത്താനം. ഇതല്ലെങ്കിലും കാക്ക ഇപ്പൊ സക്കീനാനും കുടുംബക്കാരും കുറ്റം പറയാനുള്ള ചർച്ച ഉണ്ടാക്കിയാണത്. നിങ്ങൾ എന്താ ചെയ്തോളിപ്പാ. എനിക്കിതിൽ ഭാവമൊന്നും പറയാനില്ല. ഓ പോട്ടെ കരിങ്കൂതര. ഓന് നല്ല വിവര വിദ്യാഭ്യാസം ഉണ്ടോ? എത്ര മനസ്സായി ഈ പറയുന്നത്? ഓനാകുന്ന കാലത്തൊക്കെ നിങ്ങള് പാടത്തേക്കും പള്ളിയിലേക്ക് കൊണ്ടുവരണാണ്ട് അതിനെ കന്നുകൂട്ടാനും മറ്റും പഠിപ്പിച്ചു. ഓന് സ്കൂൾക്ക് പറഞ്ഞയച്ചങ്ങള്. ഇപ്പൊ ഓന് വിദ്യാഭ്യാസം ഇല്ല, വിവരമില്ല. എത്ര വിചാരം? ഇന്റെ കുട്ടീനെ അങ്ങനെ പറയാൻ മാത്രം നിങ്ങൾ പറ്റൂല. നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ മാത്രം പഠിപ്പിച്ചു എന്ന് അറിയാന്. ഇന്റെ കുട്ടിയും ആ കുട്ടികളും ഒക്കെ ഒന്ന് തന്നെയല്ലേ? ഇച്ചുള്ള കുട്ടി തന്നെയല്ലേ ഇതൊക്കെ? സക്കീന ഇതിന് കടന്നടി. ഇനി ഇപ്പാന്റെ വർത്താനം കേട്ട് നൊരൊളിച്ചാൻ നിന്നാലേ അതിനെ നേരം ഉണ്ടാവുള്ളൂ. എനിക്കതൊക്കെ പണ്ടേ ചേലായതാ. ഇത് വന്ന് കടക്കാൻ നോക്കാം.